ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോഗോസ് ക്വിസ് മോക്ക് ടെസ്റ്റ് പ്രോഗ്രാമിൻ്റെ 7ാമത്തെ വീഡിയോയിലേക്ക് ഏവരെയും ഈശോയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ലൂക്ക 17 മുതൽ 24 വരെ അധ്യായങ്ങളിലെ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് മോക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. തുടർന്ന് വരുന്ന ലിങ്കുകളിൽ ചോദ്യോത്തരങ്ങളും വചനഭാഗവും ലഭ്യമാണ്. തുടർന്ന് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ചോദ്യം 1. ലൂക്കാ സുവിശേഷകൻ്റെ ജന്മസ്ഥലം ഏത്? എ. ഗലീലി, ബി. എഫേസോസ്, സി. അന്ത്യോക്യ, ഡി. ഗ്രീസ്. ഉത്തരം സി. അന്ത്യോക്യ. ചോദ്യം 2. വിശുദ്ധ ലൂക്ക സുവിശേഷം രചിച്ച സ്ഥലം ഏത്? എ. റോം, ബി. ഗ്രീസ്, സി. ഏതൻസ്, ഡി. കൊളോസോസ്. ഉത്തരം ബി. ഗ്രീസ്. ചോദ്യം 3. ലൂക്കായുടെ സുവിശേഷം രചിക്കപ്പെട്ടത് ഏത് കാലഘട്ടത്തിൽ? എ. AD 80 ശേഷം, ബി. AD 70 ശേഷം, സി. AD 60 ശേഷം, ഡി. 2-ാം നൂറ്റാണ്ടിൽ. ഉത്തരം ബി. AD 70 ശേഷം. ചോദ്യം 4. ലൂക്കാ സുവിശേഷകൻ്റെ തൊഴിൽ എന്തായിരുന്നു? എ. മുക്കുവൻ, ബി. കൂടാര നിർമ്മാണം, സി. ചുങ്കം പിരിക്കൽ, ഡി. ഫിഷഗുരൻ. ഉത്തരം ഡി. ഫിഷഗുരൻ. ചോദ്യം 5. ആരുമൂലം അവ ഉണ്ടാകുന്നുവോ അവന് ദുരിതം. ഇവിടെ അവ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എ. പ്രലോഭനം, ബി. പാപവഴികൾ, സി. ജഡികാസക്തി, ഡി. ദുഷ്പ്രേരണ. ഉത്തരം ഡി. ദുഷ്പ്രേരണ. ചോദ്യം 6. തെറ്റ് ചെയ്ത സഹോദരനോട് അവൻ എന്ത് ചെയ്താലാണ് ക്ഷമിക്കാൻ ഈശോ പറയുന്നത്? എ. നിരുപാധികം ക്ഷമിക്കുക, ബി. തെറ്റ് ഏറ്റു പറഞ്ഞാൽ, സി. പശ്ചാത്തപിച്ചാൽ, ഡി. ക്ഷമ ചോദിച്ചാൽ. ഉത്തരം സി. പശ്ചാത്തപിച്ചാൽ. ചോദ്യം 7. 10 കുഷ്ഠരോഗികൾ യേശുവേ ഗുരു ഞങ്ങളിൽ കനിയണമേ എന്ന് എപ്രകാരമാണ് അപേക്ഷിച്ചത്? എ. ദുഃഖത്തോടെ, ബി. വേദനയോടെ, സി. ദയനീയമായി, ഡി. സ്വരമുയർത്തി. ഉത്തരം ഡി. സ്വരമുയർത്തി. ചോദ്യം 8. സുഖം പ്രാപിച്ച 10 കുഷ്ഠരോഗികളിൽ നന്ദി പറയാനായി യേശുവിൻ്റെ പക്കൽ തിരിച്ചു വന്ന രോഗി ഏത് ദേശത്തുകാരനായിരുന്നു? എ. സമരിയ, ബി. ഗലീലി, സി. ഇദുമിയ, ഡി. യൂദയ. ഉത്തരം എ. സമരിയ. ചോദ്യം 9. ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത് എന്ന് യേശുവിനോട് ചോദിച്ചത് ആര്? എ. ശിഷ്യന്മാർ, ബി. ഫരിസേയർ, സി. സദുക്കായർ, ഡി. നിയമജ്ഞർ. ഉത്തരം ബി. ഫരിസേയർ. ചോദ്യം 10. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസത്തിൽ 2 വ്യക്തികളുടെ കാലത്ത് സംഭവിച്ചതിന് സമാനമായ സംഭവങ്ങൾ ഉണ്ടാകും എന്ന് യേശു പറയുന്നു. ആ വ്യക്തികൾ ആരെല്ലാം? എ. മോശയും ഏലിയായും, ബി. ലോത്തും അബ്രാഹവും, സി. സേത്തും നോഹയും, ഡി. നോഹയും ലോത്തും. ഉത്തരം ഡി. നോഹയും ലോത്തും. ചോദ്യം 11. ലോത്തിൻ്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് ഓർമ്മിക്കുക. ലോത്തിൻ്റെ ഭാര്യയ്ക്ക് എന്താണ് സംഭവിച്ചത്? എ. ഓടി രക്ഷപ്പെടേണ്ടി വന്നു, ബി. കഴുത്തൂണായി, സി. ഉപ്പുതൂണായി, ഡി. തീരാരോഗിയായി. ഉത്തരം സി. ഉപ്പുതൂണായി. ചോദ്യം 12. എവിടെ കഴുകന്മാർ വന്നുകൂടും എന്നാണ് യേശു പറയുന്നത്? എ. ശവമുള്ളിടത്ത്, ബി. ശവം കണ്ടാൽ, സി. ശവം എവിടെയോ, ഡി. ശവത്തിനടുത്ത്. ഉത്തരം സി. ശവം എവിടെയോ. ചോദ്യം 13. ആര് വരുമ്പോഴാണ് ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് യേശു ചോദിക്കുന്നത്? എ. ദൈവപുത്രൻ, ബി. വിധിയാളൻ, സി. ക്രിസ്തു, ഡി. മനുഷ്യപുത്രൻ. ഉത്തരം ഡി. മനുഷ്യപുത്രൻ. ചോദ്യം 14. ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ ഫരിസേയൻ താൻ ആഴ്ചയിൽ എത്ര തവണ ഉപവസിക്കും എന്നാണ് അവകാശപ്പെടുന്നത്? എ. 1, ബി. 2, സി. 3, ഡി. 7. ഉത്തരം ബി. 2.
ചോദ്യം 15 പൂരിപ്പിക്കുക. ഞാൻ നിങ്ങളോട് പറയുന്നു ഡാഷ് ആ ഫരിസേയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി. എ ഇവൻ, ബി അവൻ, സി ചുങ്കക്കാരൻ, ഡി അദ്ദേഹം. ഉത്തരം എ ഇവൻ. ചോദ്യം 16 ധനികനായ മനുഷ്യനോട് യേശു പറയാത്ത ഒരു പ്രമാണം ഏതാണ്? എ വ്യഭിചാരം ചെയ്യരുത്, ബി കള്ളസാക്ഷ്യം നൽകരുത്, സി പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, ഡി അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്. ഉത്തരം ഡി അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്. ചോദ്യം 17 പൂരിപ്പിക്കുക. ഇത് കേട്ടപ്പോൾ അവൻ വളരെ ഡാഷ് കാരണം അവൻ വലിയ ധനികനായിരുന്നു. എ അസ്വസ്ഥനായി, ബി ദുഃഖിച്ചു, സി വ്യസനിച്ചു, ഡി നിരാശനായി. ഉത്തരം സി വ്യസനിച്ചു. ചോദ്യം 18 എല്ലാം ഉപേക്ഷിച്ച് തന്നെ അനുഗമിക്കുന്നവർക്ക് വരാനിരിക്കുന്ന കാലത്ത് എന്ത് ലഭിക്കുമെന്നാണ് യേശു ശിഷ്യന്മാരോട് പറയുന്നത്? എ സ്വർഗരാജ്യം, ബി ദൈവരാജ്യം, സി പറുദീസ, ഡി നിത്യജീവൻ. ഉത്തരം ഡി നിത്യജീവൻ. ചോദ്യം 19 യേശു ജെറീക്കോയെ സമീപിച്ചപ്പോൾ വഴിയരികിൽ ഇരുന്ന് ഭിക്ഷ യാചിച്ച വ്യക്തി ആര്? എ ഒരു അന്ധൻ, ബി ഒരു കുഷ്ഠരോഗി, സി ഒരു കുരുടൻ, ഡി ഒരു മുടന്തൻ. ഉത്തരം സി ഒരു കുരുടൻ. ചോദ്യം 20 ജെറീക്കോയിലെ കുരുടൻ യേശുവിനെ എന്താണ് വിളിച്ചത്? എ ദൈവപുത്ര, ബി കർത്താവേ, സി യേശുവേ, ഡി ദാവീദിൻ്റെ പുത്ര. ഉത്തരം ഡി ദാവീദിൻ്റെ പുത്ര. ചോദ്യം 21 ജെറീക്കോയിലെ അന്ധയാചകന് കാഴ്ച ലഭിച്ചത് എപ്പോൾ? എ യേശു കണ്ണിൽ സ്പർശിച്ചപ്പോൾ, ബി തൽക്ഷണം, സി സിലോഹാക്കുളത്തിൽ കഴുകിയപ്പോൾ, ഡി പോകുന്ന വഴിയിൽ. ഉത്തരം ബി തൽക്ഷണം. ചോദ്യം 22 രാജപദവി സ്വീകരിച്ച് തിരിച്ചു വരാൻ വേണ്ടി ദൂരദേശത്തേക്ക് പോയ പ്രഭുവിനെ വെറുത്തിരുന്നത് ആരാണ്? എ അവൻ്റെ ഭൃത്യന്മാർ, ബി അവൻ്റെ നാട്ടുകാർ, സി അവൻ്റെ ജനങ്ങൾ, ഡി അവൻ്റെ പൗരന്മാർ. ഉത്തരം ഡി അവൻ്റെ പൗരന്മാർ. ചോദ്യം 23 10 നാണയത്തിൻ്റെ ഉപമയിലെ ദുഷ്ടഭൃത്യൻ തനിക്ക് ലഭിച്ച നാണയം സൂക്ഷിച്ചതെങ്ങനെ? എ അലമാരിയിൽ, ബി മണ്ണിൽ കുഴിച്ചിട്ട്, സി തുണിയിൽ പൊതിഞ്ഞ്, ഡി തലയിണക്കിടയിൽ. ഉത്തരം സി തുണിയിൽ പൊതിഞ്ഞ്. ചോദ്യം 24 ഒലിവുമലയ്ക്കരികെയുള്ള ബെത്ഫഗെ, ബഥാനിയ എന്നീ സ്ഥലങ്ങളെ സമീപിച്ചപ്പോൾ അവൻ 2 ശിഷ്യന്മാരെ കഴുതക്കുട്ടിയെ അഴിച്ചു കൊണ്ടുവരാൻ ചുമതലപ്പെടുത്തി. ആ ശിഷ്യന്മാർ ആരൊക്കെ? എ പത്രോസും യോഹന്നാനും, ബി പത്രോസും യാക്കോബും, സി യോഹന്നാനും യാക്കോബും, ഡി ആരൊക്കെയെന്ന് ലൂക്കാ സുവിശേഷകൻ പറയുന്നില്ല. ഉത്തരം ഡി ആരൊക്കെയെന്ന് ലൂക്കാ സുവിശേഷകൻ പറയുന്നില്ല. ചോദ്യം 25 പൂരിപ്പിക്കുക. കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ ഡാഷ് അത്യുന്നതങ്ങളിൽ മഹത്വം എന്ന് അവർ ആർത്ത് വിളിച്ചു. എ സ്വർഗത്തിൽ സമാധാനം, ബി ദാവീദിൻ്റെ പുത്രന് ഓശാന, സി ഉന്നതങ്ങളിൽ ഓശാന, ഡി അത്യുന്നതങ്ങളിൽ ഓശാന. ഉത്തരം എ സ്വർഗത്തിൽ സമാധാനം. ചോദ്യം 26 ഏതാണ് ശരിയായ വചനം? എ യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ അതോ മനുഷ്യരിൽ നിന്നോ, ബി യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം മനുഷ്യരിൽ നിന്നോ സ്വർഗത്തിൽ നിന്നോ, സി യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ, ഡി യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം മനുഷ്യരിൽ നിന്നോ അതോ സ്വർഗത്തിൽ നിന്നോ. ഉത്തരം സി യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ. ചോദ്യം 27 ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. അത് ആരെ ഏൽപ്പിച്ചതിന് ശേഷമാണ് ആ മനുഷ്യൻ ദീർഘനാളത്തേക്ക് അവിടെ നിന്ന് പോയത്? എ ഭൃത്യന്മാരെ, ബി വേലക്കാരെ, സി പണിക്കാരെ, ഡി കൃഷിക്കാരെ. ഉത്തരം ഡി കൃഷിക്കാരെ. ചോദ്യം 28 പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു
എന്ന് പഴയ നിയമത്തിലെ ഏത് പുസ്തകത്തിലാണ് എഴുതിയിരിക്കുന്നത്? എ. സങ്കീർത്തനം, ബി. ഏശയ്യ, സി. സഭാപ്രസംഗകൻ, ഡി. ജെറമിയ. എ. സങ്കീർത്തനം 118 അധ്യായം. ചോദ്യം 29. ഞങ്ങൾ സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ? ആര് ആരോട് പറഞ്ഞു? എ. നിയമജ്ഞൻ യേശുവിനോട്, ബി. ഫരിസേയൻ യേശുവിനോട്, സി. നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാർ യേശുവിനോട്, ഡി. പ്രധാന പുരോഹിതന്മാർ യേശുവിനോട്. ഉത്തരം സി. നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാർ യേശുവിനോട്. ചോദ്യം 30. ഗുരു, നീ ശരിയായി സംസാരിക്കുന്നു എന്ന് യേശുവിനോട് പറഞ്ഞതാര്? എ. നിയമജ്ഞർ, ബി. ഫരിസയർ, സി. നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാർ, ഡി. പ്രധാന പുരോഹിതന്മാർ. ഉത്തരം എ. നിയമജ്ഞർ. ചോദ്യം 31. കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു. ഇവിടെ ആദ്യം പറയുന്ന കർത്താവ് ആരാണ്? എ. യേശുക്രിസ്തു, ബി. അബ്രാഹം, സി. പിതാവായ ദൈവം, ഡി. മോശ. ഉത്തരം സി. പിതാവായ ദൈവം. ചോദ്യം 32. എന്ത് പൂർത്തിയാകുന്നതുവരെയാണ് അവർ ജെറുസലേമിനെ ചവിട്ടി മെതിക്കും എന്ന് ഈശോ പറയുന്നത്? എ. വിജാതിയരുടെ നാളുകൾ, ബി. പ്രവചനങ്ങൾ, സി. ദൈവകോപം, ഡി. മനുഷ്യപുത്രൻ്റെ ആഗമനം വരെ. ഉത്തരം എ. വിജാതിയരുടെ നാളുകൾ. ചോദ്യം 33. അധ്യായവും വാക്യവും ഏത്? ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. എ. ലൂക്ക 22:19, ബി. ലൂക്ക 21:19, സി. ലൂക്ക 22:24, ഡി. ലൂക്ക 23:23. ഉത്തരം എ. ലൂക്ക 22:19. ചോദ്യം 34. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. ഇതിന് സമാനമായ വാക്യത്തിൻ്റെ അധ്യായവും വാക്യവും ലേഖനങ്ങളിൽ എവിടെയാണുള്ളത്? എ. 1 Korinthos 11:20, ബി. 2 Korinthos 11:25, സി. 1 Korinthos 11:25, ഡി. 2 Korinthos 11:20. ഉത്തരം സി. 1 Korinthos 11:25. ചോദ്യം 35. വിജാതീയരുടെ മേൽ അവരുടെ രാജാക്കന്മാർ എന്താണ് ചെയ്യുന്നത്? എ. ആധിപത്യം അടിച്ചേൽപ്പിക്കുന്നു, ബി. ഭരണം അടിച്ചേൽപ്പിക്കുന്നു, സി. ആധിപത്യം പുലർത്തുന്നു, ഡി. അധികാരം പ്രയോഗിക്കുന്നു. ഉത്തരം എ. ആധിപത്യം അടിച്ചേൽപ്പിക്കുന്നു. ചോദ്യം 36. കർത്താവേ, ഇതാ ഇവിടെ 2 വാളുണ്ട്. ഇത് പറഞ്ഞത് ആര്? എ. പത്രോസ്, ബി. യാക്കോബ്, സി. തോമസ്, ഡി. ലൂക്കാ സുവിശേഷകൻ രേഖപ്പെടുത്തിയിട്ടില്ല. ഉത്തരം ഡി. ലൂക്കാ സുവിശേഷകൻ രേഖപ്പെടുത്തിയിട്ടില്ല. ചോദ്യം 37. നീ ദൈവപുത്രനാണോ എന്ന ചോദ്യത്തിന് യേശുവിൻ്റെ മറുപടി എന്തായിരുന്നു? എ. ഞാൻ ആണെന്ന് നിങ്ങൾ തന്നെ പറയുന്നല്ലോ, ബി. നിങ്ങൾ തന്നെ പറയുന്നല്ലോ ഞാൻ ആണെന്ന്, സി. നിങ്ങൾ സ്വയം പറയുന്നതോ അതോ മറ്റാരെങ്കിലും പറഞ്ഞതോ, ഡി. നിങ്ങൾ തന്നെയല്ലേ ഞാൻ ആണെന്ന് പറയുന്നത്. ഉത്തരം ബി. നിങ്ങൾ തന്നെ പറയുന്നല്ലോ ഞാൻ ആണെന്ന്. ചോദ്യം 38. അതിനാൽ അവൻ പലതും അവനോട് ചോദിച്ചു, പക്ഷേ അവൻ ഒന്നിനും ഉത്തരം പറഞ്ഞില്ല. ഈ വാക്യത്തിൽ ആദ്യം കാണുന്ന അവൻ എന്ന വ്യക്തിയുടെ മുഴുവൻ പേരും എന്ത്? എ. ഹെറോദേസ് ദ ഗ്രേറ്റ്, ബി. ഹെറോദേസ് അഗ്രിപ്പ, സി. ഹെറോദേസ് അന്തിപ്പാസ്, ഡി. ഹെറോദേസ് അർക്കലാവോസ്. ഉത്തരം സി. ഹെറോദേസ് അന്തിപ്പാസ്. ചോദ്യം 39. നല്ല കള്ളനെ യേശുവിൻ്റെ ഏതു വശത്താണ് കുരിശിൽ തറച്ചത്? എ. വലതുവശത്ത്, ബി. ഇടതുവശത്ത്, സി. എവിടെയെന്ന് പറഞ്ഞിട്ടില്ല. ഉത്തരം സി. എവിടെയെന്ന് പറഞ്ഞിട്ടില്ല. ചോദ്യം 40. അപ്പോൾ ഏകദേശം 6-ാം മണിക്കൂർ ആയിരുന്നു. യഹൂദരുടെ 6-ാം മണിക്കൂർ ഇന്ത്യൻ സമയം എത്രയാണ്? എ. വൈകുന്നേരം 6 മണി, ബി. രാവിലെ 9 മണി, സി. ഉച്ചയ്ക്ക് 12 മണി, ഡി. ഉച്ചയ്ക്ക് ശേഷം 3 മണി.
ഉത്തരം സി ഉച്ചയ്ക്ക് 12 മണി. ചോദ്യം 41. സംഭവമെല്ലാം കണ്ടു നിന്നിരുന്ന ശതാധിപൻ യേശു ആരെന്നാണ് പറഞ്ഞത്? എ ദൈവം, ബി രക്ഷകൻ, സി നീതിമാൻ, ഡി പ്രവാചകൻ. ഉത്തരം സി നീതിമാൻ. ചോദ്യം 42. അവൻ പീലാത്തോസിൻ്റെ അടുത്തെത്തി യേശുവിൻ്റെ ശരീരം ചോദിച്ചു. അപ്പോൾ പീലാത്തോസിൻ്റെ പ്രതികരണം എന്തായിരുന്നു? എ നിസ്സംഗതനായിരുന്നു, ബി ഇത്ര വേഗം മരിച്ചുവോ എന്ന് ചോദിച്ചു, സി സമ്മതം മൂളി, ഡി ലൂക്കാ സുവിശേഷത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല. ഉത്തരം ഡി ലൂക്കാ സുവിശേഷത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല. ചോദ്യം 43. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് എന്തുകൊണ്ടാണ് തങ്ങളോടൊപ്പം യാത്ര ചെയ്ത യേശുവിനെ തിരിച്ചറിയാൻ സാധിക്കാതെ പോയത്? എ അശ്രദ്ധ കൊണ്ട്, ബി നിരാശ കൊണ്ട്, സി ദുഃഖം കൊണ്ട്, ഡി കണ്ണുകൾ മൂടപ്പെട്ടിരുന്നതുകൊണ്ട്. ഉത്തരം ഡി കണ്ണുകൾ മൂടപ്പെട്ടിരുന്നതുകൊണ്ട്. ചോദ്യം 44. യേശു സ്വർഗാരോഹണം ചെയ്ത സ്ഥലം ഏത്? എ താബോർ മല, ബി ജെറുസലേം, സി ബഥാനിയ, ഡി എമ്മാവൂസ്. ഉത്തരം സി ബഥാനിയ. ചോദ്യം 45. ലൂക്കായുടെ സുവിശേഷം അവസാനത്തെ അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? എ 52, ബി 53, സി 54, ഡി 55. ഉത്തരം ബി 53. ചോദ്യം 46. ലൂക്കാ സുവിശേഷകനും വിശുദ്ധ പൗലോസ്ലീഹായും തമ്മിലുള്ള ബന്ധമെന്ത്? എ ബന്ധുക്കൾ, ബി ഒരേ നാട്ടുകാർ, സി ഗുരുവും ശിഷ്യനും, ഡി സ്നേഹിതർ. ഡി സ്നേഹിതർ. ചോദ്യം 47. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ആരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ആരംഭിക്കുന്നത്? എ വിശുദ്ധ പൗലോസിനെ, ബി വിശുദ്ധ പത്രോസിനെ, സി പുരോഹിത ശ്രേഷ്ഠനെ, ഡി തെയോഫിലോസിനെ. ഉത്തരം ഡി തെയോഫിലോസിനെ. ചോദ്യം 48. കല്ലറയിൽ നിന്ന് തിരിച്ചു വന്ന് അവർ ഇതെല്ലാം 11 പേരെയും ഡാഷ് അറിയിച്ചു. എ അപ്പോൾ തന്നെ, ബി ഉടൻ തന്നെ, സി മറ്റുള്ളവരെയും, ഡി മേരിയെയും. ഉത്തരം സി മറ്റുള്ളവരെയും. ചോദ്യം 50. അവസാന ചോദ്യം. ലൂക്കായുടെ സുവിശേഷം അവസാനിക്കുന്നതെങ്ങനെ? എ കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ, ബി നിങ്ങൾക്ക് കൃപയും സമാധാനവും, സി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഡി അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി. ഉത്തരം ഡി അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി. തുടർന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് കിട്ടിയ മാർക്ക് വെച്ച് ഒരു സ്വയം വിലയിരുത്തൽ നടത്താവുന്നതാണ്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾ എവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആമേൻ.